ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ യോഗം ചേരുമെന്ന മന്ത്രി വി എൻ വാസവൻ. ആന എഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. കൊയിലാണ്ടി ആനയിടച്ചിലിൽ അന്വേഷണം നടത്താനും കലക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ചില വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട്. ഇതിനെ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിൽ പരിപാലിക്കപ്പെടേണ്ടതായ നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. എവിടെയായിരുന്നാലും 3 മീറ്റർ അകലെ ആനയെ നിർത്താവുള്ളൂ എന്ന കാര്യവും 8 മീറ്റർ അകലെ ജനങ്ങൾ നിൽക്കാവുള്ളൂ എന്ന കാര്യമെല്ലാം നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നതാണ്. അതിനൊരു സ്റ്റേ വന്നു. എന്നിരുന്നാലും ഈ കാര്യത്തെ സംബന്ധിച്ചോളം പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ആന എഴുന്നള്ളിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് വരാവുള്ളൂ. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരാണ്. അവർ ആ കാര്യത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നതാണ് പ്രാഥമികമായി വന്ന റിപ്പോർട്ട്. അത് ശരിയാണോ ഇല്ലെന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. ഷിജോ, ഈ ഉത്സവ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നാട്ടാന പരിപാലന ചട്ടമൊക്കെ പാലിക്കാതെയാണ് പലപ്പോഴും ഈ ആന എഴുന്നള്ളിപ്പ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങളും തുടർക്കഥയാവുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഉടൻ യോഗം വിളിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. ഈ സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് ആന എഴുന്നള്ളിപ്പ് നടത്തേണ്ടതാണ്. അക്കാര്യത്തിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ ക്ഷേത്രങ്ങൾക്കും മറ്റുപോലെ ബന്ധപ്പെട്ട ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അക്കാര്യം മന്ത്രി വി എൻ വാസവൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. മന്ത്രി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാട്ടാന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉടൻ യോഗം ചേരുമെന്നുള്ള കാര്യം കൂടി മന്ത്രി വി എൻ വാസവൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ചോദിച്ചത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമെന്നല്ല ചോദിക്കുമ്പോൾ അക്കാര്യത്തിലടക്കം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാർ നടത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നുള്ള കാര്യമാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത്. പക്ഷേ ഇന്നോ നാളെയോ തന്നെ യോഗം ചേരുമെന്നും പറയുന്നുണ്ട്. മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ മറ്റ് വകുപ്പുകൾ എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചായിരിക്കും മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ യോഗം ചേരുക. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. ഇതിനകത്ത് വീഴ്ച വരുത്തിയാൽ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കാനും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ ഉടൻ തന്നെ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കൊയിലാണ്ടിയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ആന കുത്തിയല്ല 3 പേർക്കും മരണം സംഭവിച്ചത് എന്ന കാര്യം മന്ത്രി പറയുന്നുണ്ട്. കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 പേർക്കും മരണം സംഭവിച്ചത്. അപ്പോൾ ഈ ആനയെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ മന്ത്രിക്ക് ലഭിക്കുകയും ചെയ്യും. ഷിജോ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.